ഹായ് ഹലോ കോട്ടക്കൽ വ്ളോഗിൽ നിന്നും റുബീനയാണ് കേട്ടോ. ഇന്നൊരു മോർണിംഗ് റുട്ടീനാണ് കാണിക്കുന്നത്. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മൾ എന്നും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചായക്കുള്ള വെള്ളക്കട വെച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂളിലെ ദിവസമാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ചിയാ സീഡ് വെക്കുന്നുണ്ട്. ഓവർനൈറ്റ് നമ്മളിത് സോക്ക് ചെയ്യാൻ വെക്കും. എന്നിട്ട് വെറും വയറ്റിലാണിത് കുടിക്കുക കേട്ടോ. ഇത് കുടിച്ചതിന് ശേഷം ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. വിശപ്പില്ലായ്മയൊക്കെ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ മാറ്റങ്ങളൊക്കെ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ അറിയിക്കുന്നുണ്ട്. ഡ്രിങ്കൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ പരിപാടിയൊക്കെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസത്തെ ബാലൻസുള്ള ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂൾ കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ തലേ ദിവസം വൈകിട്ടൊക്കെയാണ് ഞാനിത് വെക്കുക. ആ റൈസ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ. ഇവിടെ ദോശ എന്ന് തന്നെ പറയുന്നത്. നീർദോശ, സീയപ്പം അങ്ങനെയൊക്കെ പറയുന്നൊരു ഐറ്റംസ് കേട്ടോ. ഈ സ്കൂളിലെ ദിവസങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത്. മക്കൾക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ല ഇത് ഉണ്ടാക്കുന്നത്. എന്നാലും ഡെയിലി ഉണ്ടാക്കുമ്പോൾ ഇന്നും ദോശയാണെന്നുള്ളൊരു ചോദ്യം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കും. ഒരു വിധം വീടുകളിലൊക്കെ ഈ മലപ്പുറം ഏരിയയിലെ സ്കൂളിലെ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതും ഈ ഒരു ഐറ്റം തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. ഒരു 5 ദോശ അതിലപ്പുറമൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല കേട്ടോ. ഓരോരുത്തർക്ക് എണ്ണം കണക്കാക്കിയിട്ട് തന്നെ ഉണ്ടാക്കാറുള്ളൂ. വൈകിട്ട് തന്നെ മക്കൾ കഴിക്കാത്തതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പരിപാടി സ്കൂളിലോട്ടുള്ള പരിപാടികളൊക്കെയാണ്. പപ്പടം കൊടുത്തേക്കുന്നുണ്ട്, അതേപോലെ പയറുപ്പേരിയാണ് കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം പപ്പടമൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 3 മക്കൾക്കും കൂടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വല്ലാതെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് 2 മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ചില ഐറ്റംസിൽ വേറെ എന്തെങ്കിലും ഐറ്റംസൊക്കെ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. മോൾ എണീറ്റിട്ടുണ്ട്. കറക്റ്റ് 8:45 ഒക്കെ ആകുമ്പോൾ ബസ് വരും. അപ്പോൾ 8 മണിക്കാണ് അവളെ എണീപ്പിച്ച് അവളൊക്കെ റെഡിയാക്കി അവൾ ചായ കുടിക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ എല്ലാം നല്ല മൂഡിലൊന്നും ആയിരിക്കും എന്നില്ല എല്ലാവരും. ചില ദിവസങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവളെ സെറ്റാക്കലാണ്. എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അവളങ്ങനെ ചെയ്യാറുണ്ട്. അവൾ മക്കളെ കൂടെ 2 മക്കളെയും കൂടെ ഒപ്പം നിൽക്കണം. മൂത്തോളും പിന്നെ അവളെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. സമയം 8 മണി കഴിഞ്ഞിട്ടും മോൻ്റെ പരിപാടികളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം കുറച്ചായിട്ട് അസുഖം കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കിപ്പോൾ ഒരു ചെറിയൊരു മടിയൊക്കെ ഉണ്ട് പോവാൻ. അവനൊന്ന് ലെവലായി വരുന്നേ ഉള്ളൂ. ടൈഫോയിഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്മിറ്റായിരുന്നു കേട്ടോ. ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അസുഖം കാര്യങ്ങളൊക്കെ വരുന്നൊരു സമയമാണല്ലോ. എന്നാലും ഇപ്പോൾ ഒക്കെ ഒന്ന് ലെവലായി വരുന്നുണ്ട്. ഇപ്പോൾ കുറേ ആയി ഒരു ഡെയിലി വ്ളോഗൊക്കെ ചെയ്തിട്ട്. എല്ലാവരും ചോദിക്കും വീഡിയോ എന്താ ഇടാത്തത്, കാണാറില്ലല്ലോ, വീഡിയോ കണ്ടിന്യൂ ചെയ്യുമെന്ന് വെച്ചിട്ട് അങ്ങനെ പറയാറുണ്ട്. പക്ഷെ എന്താ അറിയില്ല, ഒരു മടിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തേക്കേ ചിന്തിക്കാൻ ഒരു ഇതാണല്ലോ. എപ്പോഴും ചെയ്യാം എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളതങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മടി എന്നിട്ട് സമ്മതിക്കുന്നില്ല. അതാണ് മെയിൻ കാരണം കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വ്ളോഗ് ചെയ്തത്. പല വീഡിയോസ് കാണുമ്പോൾ ചിലത് വീഡിയോസ് വ്യൂ കാണുമ്പോഴേക്കും പലരുടെയും ചോദ്യത്തിനും ഒരു തോന്നുമ്പം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനിയും വേണം. ഇൻഷാ അല്ലാഹ് ഞാൻ മാക്സിമം വീഡിയോ ചെയ്യാനൊക്കെ ശ്രമിക്കാം. അത്രേ പറയാൻ പറ്റുള്ളൂ. നോക്കാം. ചെറിയ ഷോർട്സ് വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട്. അത്രയൊക്കെ തന്നെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ മക്കളൊക്കെ റെഡി ആയിട്ട് ഏകദേശം ഒരു 8:40 ആയപ്പോഴേക്കും അവർ താഴോട്ട് ഇറങ്ങിയിട്ടാണ്. ബസ് വരാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട്. മക്കളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് പരിപാടികൾ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രീ ആയിട്ടായിരിക്കും ചായ കുടിക്കാനൊക്കെ ഇരിക്കുക. ചായ കുടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ തളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫ്ലാസ്ക്കൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ മുക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് കുടിവെള്ളത്തിന് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ നമ്മളത് എടുത്ത് വെക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൈസൊക്കെ ഇട്ടെടുക്കുക കേട്ടോ. നല്ല പെട്ടെന്ന് വേവുന്ന റൈസ് നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ മോർണിംഗ് റുട്ടീന്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.